അമിത വേഗതയിൽ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർമാർക്ക് അവർ ഓടിച്ചു വരുന്ന അമിതമായ വേഗതയിലാണെന്ന് സ്വയം ഇത് കണ്ട് പെട്ടെന്ന് തിരിച്ചറിയാനും റോഡിന്റെ ആ ഒരു ഭാഗത്തെ ഡിസൈൻ സ്പീഡ് എത്രയാണെന്നുള്ളത് അനുസരിച്ചാണ് നമുക്ക് ഈ ഡിവൈസിനെ പ്രോഗ്രാം ചെയ്യാൻ കഴിയും. അല്പം വേഗത കുറച്ച് എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് പോകാം എന്ന് ചിന്തിക്കാത്ത ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള ഡിവൈസുകൾ കണ്ടെങ്കിലും അവർക്ക് നിയതമായ വേഗതയിലേക്കും സുരക്ഷിതമായ ഡ്രൈവിംഗ് കൾച്ചറിലേക്കും മാറാൻ ഒരു ഉത്തേജകം കിട്ടുമെങ്കിൽ ഡൈനാമിക് സ്പീഡ് ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റ് ഈ ബോർഡിൽ പ്രത്യക്ഷപ്പെടും, തെളിഞ്ഞു കാണും. നമസ്കാരം. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനായി നൂതന സാങ്കേതിക വിദ്യയുമായി നാറ്റ്പാക് ആദ്യഘട്ട പഠനമെന്ന നിലയിലാണ് കോട്ടയം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പൊന്മുദത്തിന് സമീപം ഈ ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നത്. ഡൈനാമിക് സ്പീഡ് ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റ് ഈ ബോർഡിൽ പ്രത്യക്ഷപ്പെടും, തെളിഞ്ഞു കാണും. സേഫായിട്ടുള്ള ഡ്രൈവിംഗ് ആണെങ്കിൽ പച്ച നിറത്തിൽ കത്തും, അല്ലെങ്കിൽ മുന്നറിയിപ്പായി മഞ്ഞ നിറത്തിലും, അപായ സൂചന പോലെ ഓവർ സ്പീഡ് എന്ന നിലയിൽ ചുമല നിറത്തിലുമാണ് ഈ ബോർഡ് ഡിസ്പ്ലേ തെളിയുന്നത്. ഈ ഡിസ്പ്ലേയിൽ വാഹനങ്ങളുടെ ദൃശ്യങ്ങളടക്കം റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യാം. ഈ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇത്തരത്തിൽ അമിത വേഗതയിലാണ്, നിയമലംഘനത്തിലേക്കാണ് പോകുന്നത് എന്നതിനുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഡിസ്പ്ലേ ഇപ്പോൾ നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാറ്റ്പാക്കിന്റെ സീനിയർ സയന്റിസ്റ്റായ സുബിൻ നമുക്കൊപ്പം ചേരുകയാണ്. ഈ പ്രവർത്തനത്തെപ്പറ്റി നമ്മളോട് അദ്ദേഹം തന്നെ പറഞ്ഞു തരും. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? ഇത് റഡാർ സ്പീഡ് സൈൻ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ ഓടി വരുന്ന വാഹനങ്ങളുടെ വേഗത തിരിച്ച് ആ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും മറ്റ് യാത്രികർക്കും കാണത്തക്ക രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. അപ്പൊ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അമിത വേഗതയിൽ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർമാർക്ക് അവർ ഓടിച്ചു വരുന്ന അമിതമായ വേഗതയിലാണെന്ന് സ്വയം ഇത് കണ്ട് പെട്ടെന്ന് തിരിച്ചറിയാനും അതുവഴി നിയതമായ വേഗതയിലേക്ക് മാറാനുമുള്ള ഒരു ഇൻഡ്യൂഷൻ അവർ ഡ്രൈവേഴ്സിന് ആ ഒരു മനസ്സ് ഒരുക്കുക എന്നുള്ളതാണ് ഈ ഡിവൈസിന്റെ പ്രധാന കർത്തവ്യം. ഇത് പഠനഘട്ടം എന്ന നിലയിലാണ്. തീർച്ചയായിട്ടും ഇതൊരു പഠനഘട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ഈ ഒരു റോഡിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. കാരണം കേരളത്തിലുടനീളം ഓവർ സ്പീഡിംഗ് മൂലമുള്ള പതിവായ അപകടം നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകളിൽ എത്ര സ്ഥലങ്ങളിൽ ഈ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർമാരുടെ അപക്വമായ ഓവർ സ്പീഡിംഗ് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇത് വിജയകരമാണെങ്കിൽ കേരളത്തിലെ അപകടകരമായ ഇതുപോലുള്ള മേഖലകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പഠനം എന്ന നിലയിലാണ് ഇപ്പോഴും ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വേഗത എങ്ങനെയാണ് സ്ക്രീനിൽ തെളിയുന്നത്? ശരിക്കും ഇതിനകത്ത് സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആണ്. ഇതിനകത്ത് റഡാർ ഉണ്ട്. അപ്പൊ ആ റഡാർ വാഹനത്തിന് ഏതാണ്ട് 200 മീറ്റർ ദൂരത്തു നിന്ന് തന്നെ ആ വാഹനത്തിന്റെ വേഗത പിക്ക് ചെയ്ത് കഴിയും. 1 km/h അത്രയേറെ ആക്യുറസിയിൽ പിക്ക് ചെയ്യാൻ ശേഷിയുള്ള റഡാറാണ് അതിനകത്തുള്ളത്. അതിന്റെ AI മെക്കാനിസം അതിനുശേഷം ഈ വേഗത LED പാനലുകളിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. വീഡിയോ റെക്കോർഡിംഗ് ആണ്. അതെ, വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ വാഹനങ്ങളുടെ ശ്രേണി തിരിച്ചുള്ള വേഗത ഉൾപ്പെടെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ലൈവ് റെക്കോർഡിങ്ങിലാണ്. നമ്മളിത് എന്തായാലും പീനലൈസേഷനായിട്ട് പണിഷ്മെന്റിനായിട്ടൊന്നും നമ്മൾ ഫീഡ് എടുത്തിട്ടില്ല. അത് നമ്മൾ വേണമെങ്കിൽ ത്രൂപുട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു കാര്യം ജനത്തിന് ഒരു അവബോധം നൽകൽ എന്നുള്ള രീതിയിലായതുകൊണ്ട് നിലവിൽ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല. പഠനഘട്ടം എന്ന നിലയിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്രത്തോളം അത് വിജയകരമായി, നിങ്ങളുടെ സാധ്യത എത്രത്തോളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ കേരളത്തിലെ ആദ്യ സുരക്ഷാ ഇടനാഴി, അതായത് അടൂർ മുതൽ കഴക്കൂട്ടം വെട്ട് റോഡ് വരെയുള്ള സുരക്ഷാ ഇടനാഴിയിൽ പ്രധാനപ്പെട്ട ഓവർ സ്പീഡിംഗ് മൂലം അപകടം നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകളിൽ ഈ ഒരു ഡിവൈസ് കഴിഞ്ഞ 6 മാസത്തിന് മേളിലായി പല സ്ഥലങ്ങളിലായി ഇതുപോലെ ഒരു നിശ്ചിത കാലയളവിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച്, അതിന്റെ ഔട്ട്പുട്ട് അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ഡ്രൈവർമാരിലേക്കും ഒരു അമിത വേഗതയാണെന്നൊരു അവബോധം കൊണ്ടുവരാൻ ഈ ഡിവൈസ് അതിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡ്രൈവർമാരിലേക്കാൾ ഉപരി കൂടെ ഇരുന്ന് യാത്ര ചെയ്യുന്ന യാത്രികർക്ക് ഇത് നമ്മൾ വല്ലാണ്ട് ഓവർ സ്പീഡിലാണ് പോകുന്നെന്നുള്ളൊരു ധാരണ അവർക്ക് വ്യക്തമായി വരികയും അവർ ഉപദേശിച്ച് കൂടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ നിയതമായ വേഗപരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടും ഇതിന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പീഡിൽ ഇപ്പോൾ അനലൈസ് കാണിക്കുന്നത് ഒരു 50 കിലോമീറ്റർ വേഗതയൊക്കെയാണ്. അത് എങ്ങനെയാണ് ആ കിലോമീറ്റർ കണക്കാക്കുന്നത്? അതായത് നമ്മുടെ റോഡിന്റെ ആ ഒരു ഭാഗത്തെ ഡിസൈൻ സ്പീഡ് എത്രയാണെന്നുള്ളത് അനുസരിച്ചാണ് നമുക്ക് ഈ ഡിവൈസിനെ പ്രോഗ്രാം ചെയ്യാൻ കഴിയും.
അപ്പൊ നമ്മൾ ആ കമാൻഡ് കൊടുത്താൽ പോസ്റ്റഡ് സ്പീഡ് സൈൻ, അതായത് എത്രയാണ് പരമാവധിയുടെ അനുവദനീയ വേഗത, ആ സ്പീഡ് അതിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ വേഗപരിധിക്ക് അകത്ത് വരുന്ന വാഹനങ്ങളെല്ലാം മഞ്ഞ കളറിൽ അവർ സേഫ് സ്പീഡ് ആണെന്നുള്ള രീതിയിൽ അവരുടെ വേഗത അതിനകത്ത് എഴുതി കാണിക്കും. സേഫ് എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് വേണമെങ്കിൽ മെസ്സേജും കാണിക്കും. ഓവർ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ലൈറ്റിലേക്ക് ആ ഡിസ്പ്ലേ മാറും. അപ്പൊ 55 കിലോമീറ്റർ വേഗതയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ചുവപ്പ് നിറത്തിലായിരിക്കും ഡിസ്പ്ലേ. ഒപ്പം അതിനകത്തൊരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ആ ഡ്രൈവറുടെ നേരെ ഫ്ലാഷ് ചെയ്ത് കാണിക്കും, അദ്ദേഹത്തിന് ഗ്ലെയർ വരാത്ത രീതിയിൽ. ഇത് AI ക്യാമറയ്ക്കൊപ്പം സ്ഥാപിക്കുന്നതിനാണോ? എങ്ങനെയാണ് ആ ഉദ്ദേശം? എങ്ങനെയാണ് നമുക്ക് ഭാവിയിൽ AI മെക്കാനിസത്തിലേക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് ട്രിഗർ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യപ്പെടുമ്പോഴുള്ള ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ശ്രേണി വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പം അതിൽ കുറച്ച് വാഹനങ്ങൾ ഓവർ സ്പീഡിൽ വന്നു ഈ ഒരു റഡാർ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു, അവർ ഓവർ സ്പീഡ് ആണെന്ന് അവരെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ഫീഡ് നേരെ അടുത്ത AI ക്യാമറയിലേക്ക് പോകും. നമ്മൾ AI മെക്കാനിസം വഴി ക്ലൗഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓവർ സ്പീഡ് കാണിച്ച വണ്ടികളെ ഈ ക്യാമറ പ്രത്യേകം നിരീക്ഷിച്ചു തുടങ്ങും. നിരീക്ഷിച്ചതിൽ ഈ ഡിസ്പ്ലേയിൽ ഓവർ സ്പീഡ് കണ്ടതിന് ശേഷം വേഗത കുറയ്ക്കാൻ തയ്യാറായ ഡ്രൈവർമാരെ പീനലൈസേഷനിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു സാധ്യതയും, അതോടൊപ്പം ഇത് കണ്ടതിന് ശേഷം അതിനെ അവഗണിച്ചുകൊണ്ട് സ്പീഡ് ചെയ്ത് തന്നെ വരുന്ന വാഹനങ്ങളെ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ട ശ്രേണിയിലേക്ക് മാറ്റാനുള്ള ഒരു എളുപ്പം ഈ ഒരു ഡിവൈസിന് സാധ്യമാണ്. ഏതായാലും പ്രധാനമായും ഈ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും വേഗത മൂലം അപകടകരമായ സാഹചര്യം, റോഡിലെ ജോമെട്രിക് ലാക്കുകൾ, ഡെഫിഷ്യൻസീസ് എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥലങ്ങളിൽ നമുക്ക് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിച്ച് മാത്രമേ അപകടത്തെ തൽക്കാലം ഈ റോഡൊന്ന് ബെറ്റർ ആവുന്നിടം വരെയെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തെ ഓവർ സ്പീഡിങ്ങും ഓവർടേക്കിംഗ്, ഡേഞ്ചറസ് ഓവർടേക്കിങ്ങും നിയന്ത്രിക്കുക തന്നെയാണ് ഈ ഡിവൈസിന്റെ ലക്ഷ്യം. അപ്പം ഒരുപാട് ചെലവ് വരുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളൊരു പഠനം നടത്തിയതിനു ശേഷമാണ് ഇത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് സ്ഥാപിക്കണമെന്ന് തന്നെയാണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും സ്ഥാപിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വാഹനത്തിന്റെ എന്റെ സ്പീഡോമീറ്റർ ക്ലസ്റ്ററിൽ നോക്കി ഞാൻ അമിത വേഗത്തിലാണ് പോകുന്നത്, അല്പം നിയന്ത്രിച്ചുകൂടെ എന്ന് ചിന്തിക്കാത്ത ഒരു ഡ്രൈവിംഗ് സമൂഹം ഉള്ളിടത്തോളം കാലം റോഡിന്റെ പരിമിതികൾക്കനുസരിച്ച് അതിനകത്ത് നിന്നുകൊണ്ട് എന്റെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കി അല്പം വേഗത കുറച്ച് എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് പോകാം എന്ന് ചിന്തിക്കാത്ത ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള ഡിവൈസുകൾ കണ്ടെങ്കിലും അവർക്ക് നിയതമായ വേഗതയിലേക്കും സുരക്ഷിതമായ ഡ്രൈവിംഗ് കൾച്ചറിലേക്കും മാറാൻ ഒരു ഉത്തേജകം കിട്ടുമെങ്കിൽ അത് ഉപകരിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും റോഡ് അപകടങ്ങൾക്ക് പ്രധാന കാരണം വാഹനങ്ങളുടെ അമിത വേഗത തന്നെയാണ്. ഈ കണ്ടെത്തലാണ് നാറ്റ്പാക്കിനെ കൊണ്ട് ഇത്തരത്തിലൊരു സാങ്കേതിക വിദ്യ അത് സ്ഥാപിക്കുന്നതിനായി അവർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇത് കൃത്യമായ ഒരു പഠനം നടത്തിയതിനു ശേഷമായിരിക്കാം വിവിധ പ്രധാനപ്പെട്ട സോണുകൾ സ്ഥാപിക്കുക. ഏതായാലും ഇതൊരു വലിയൊരു മുന്നറിയിപ്പാണ് വാഹനയാത്രികർക്ക് നൽകുന്നത്. തങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നതെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുക, അതുകൂടി നിയമ ലംഘനത്തിന് വഴിയൊരുക്കാതെ അവരെ തടയുക എന്നതുകൂടിയാണ് ലക്ഷ്യമിടുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.